भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭഗവത്പാദങ്ങളിൽ ഏകാദശ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം മുതൽ അക്ഷരപൂജയായി സമർപ്പിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകത്തിൽ ദത്താത്രേയൻ എന്ന അവധൂതൻ യദുമഹാരാജാവിന് തൻ്റെ ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 9 ഗുരുനാഥന്മാരിൽ ആദ്യത്തെ ഗുരുനാഥൻ അത് അജഗരമാണ്, പെരുമ്പാമ്പാണെന്ന് പറഞ്ഞു നിർത്തി കഴിഞ്ഞ ദിവസം. അതിനുശേഷം ഈ അധ്യായത്തിൽ സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്നവൻ, അതേപോലെ മാൻ, മത്സ്യം, പിങ്കള എന്ന വേശ്യാസ്ത്രീ, ഇങ്ങനെ 8 പേരെ കൂടി പറയുന്നുണ്ട്. മൊത്തം 9 പേരെയാണ് 8-ാമത്തെ അധ്യായത്തിൽ ഗുരു ഭാവത്തിൽ കണ്ടുകൊണ്ട് ദത്താത്രേയൻ പറയുന്നത്. മുനി എങ്ങനെയാവണം? മുനി പ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയ അനന്തപാരോ ഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഇവാർണവ. സമുദ്രം പോലെ എന്നാണ്. മുനി സ്ഥിമിതോദ അർണവ ഇവ. ഇളക്കമില്ലാത്ത വെള്ളം നിറഞ്ഞ ഒരു സമുദ്രം പോലെ. പ്രസന്നഗംഭീര തെളിഞ്ഞും ആഴമേറിയും. ദുർവിഗാഹ്യ പ്രവേശിക്കാൻ കഴിയാത്തവൻ. ദുരത്യയ അതിക്രമിക്കാൻ കഴിയാത്തവൻ. അനന്തപാരഹ മറുകരയില്ലാതെ. അക്ഷോഭ്യ ഇളക്കി തീർക്കാൻ കഴിയാത്തവനും ആയിരിക്കണം. മുനി ഏതുപോലെയാവണം? സമുദ്രം പോലെയാവണം എന്ന് പറയുന്നു. 2 ശ്ലോകങ്ങളിലൂടെയാണ് ഈ സമുദ്രം എന്ന ഗുരുവിനെ വർണ്ണിക്കുന്നത്. സമുദ്രത്തിലെ ജലം തെളിഞ്ഞാണ്, ആഴമേറിയതാണ്, നിശ്ചലമാണ്. ഇറങ്ങി സഞ്ചരിക്കാൻ സാധിക്കില്ല, ആഴമളക്കാൻ സാധിക്കില്ല. എന്തെല്ലാമാണ് അതിനകത്തുള്ളത് എന്നും ആർക്കും അറിയില്ല.
മുനിയും ഇതേപോലെ സമുദ്രത്തെ പോലെ ആവണം എന്ന് പറയുന്നു. പ്രസന്നമുഖനായിരിക്കണം, ഗംഭീരാശയനായിരിക്കണം, ആ അകം ആർക്കും അറിയാൻ സാധിക്കാത്ത തരത്തിലാവണം. സമുദ്രത്തിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് കാണാൻ കഴിയാത്തതുപോലെ ആത്മാരാമനായിരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന യോഗിയും കാലദേശാവസ്ഥകൾ കൊണ്ട് പരിച്ഛേദിക്കപ്പെടാൻ സാധിക്കാത്തവനാവണം. സമുദ്രത്തിൽ ഇറങ്ങാൻ വിചാരിക്കുന്നവൻ നക്രാദികളെ ഭയപ്പെടണം എന്നുള്ളതുപോലെ യോഗിയോട് പരിചയിക്കുന്നവനും ആ തപശക്തിയെ ഭയക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം എന്ന് ചുരുക്കം. അപ്പൊ സമുദ്രത്തെ പോലെയാവണം യോഗി എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് മാത്രമല്ല. സമൃദ്ധകാമോ ഹീനോ വാ നാരായണപരോ മുനി നോത്സർപ്പേത ന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. സാഗര ഇവ, സരിദ്ഭി സാഗര ഇവ, നദികളാൽ സമുദ്രം പോലെ. നദികൾ സമുദ്രത്തിലേക്ക് വന്നു ചേർന്നു അല്ലേ? ഈ സമുദ്രം പോലെ മുനി സമൃദ്ധകാമഹ, ആഗ്രഹം സാധിച്ചവനോ, ഹീനഹാവ, അല്ലാത്തവനോ ആയാലും ന ഉത്സർപ്പേത, അഹങ്കരിക്കരുത് എന്ന് പറയുന്നു. ന ശുഷ്യേത, ശോഷിക്കരുത്. നാരായണപര, എപ്പോഴും എന്തായിരിക്കണം? നാരായണപരനായിരിക്കണം. ഈശ്വര ധ്യാനത്തിൽ താല്പര്യമുള്ളവനായി തീരണം. വർഷക്കാലത്ത് നിരവധി നദികളിൽ നിന്ന് വെള്ളം സമൃദ്ധമായിട്ട് പല വഴിയിലൂടെയും നദികളിലൂടെയും തോടുകളിലൂടെയും ഒക്കെ വെള്ളം സമുദ്രത്തിലേക്ക് വന്നു ചേരും. വേനൽക്കാലത്തോ ഇതേപോലെ വന്നു ചേരണമെന്നില്ല. പക്ഷെ സമുദ്രത്തിന്റെ പൂർണ്ണാവസ്ഥയ്ക്ക് രണ്ട് സമയത്തും ഒരേപോലെ തന്നെയാണ്. ഇതേപോലെ ഐശ്വര്യത്തിലും അതല്ല ഐശ്വര്യമില്ലാത്ത അവസ്ഥയിലും മുനിക്ക് സന്തോഷ സന്താപങ്ങൾ, സുഖദുഃഖങ്ങൾ ഉണ്ടാവരുത്. എപ്പോഴും സമഭാവനയോടുകൂടി സമുദ്രത്തെ പോലെ ഈശ്വര ചിന്ത ചെയ്ത് സ്ഥിരമായ മനസ്സോടുകൂടി, ചാഞ്ചല്യമില്ലാത്ത മനസ്സോടുകൂടി ഇരിക്കണം. സമുദ്രം എന്നെ പഠിപ്പിച്ചത് അതാണ്. ദത്താത്രേയൻ പറയുന്നു, സമുദ്രത്തെ പോലെ ആവണം. ആദ്യം നമ്മള് ഏതാ കേട്ടത്? കഴിഞ്ഞ ദിവസം കേട്ടത് അജഗരത്തെ പോലെ ആവണം, മലമ്പാമ്പിനെ പോലെ ആവണം. അടുത്തതായി ഇനി ആവരുത് എന്ന് പറയുകയാണ് ദത്താത്രേയൻ. ഏതുപോലെ? ഇയാമ്പാറ്റയെ പോലെ ആവരുത്. 2 ശ്ലോകങ്ങളിലൂടെയാണ് അത് പറയുന്നത്. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിത പതത്യന്ധേ തമസ്യഗ്നൗ പതംഗവൽ. ദേവമായാം സ്ത്രിയം ദൃഷ്ട്വാ അജിതേന്ദ്രിയ, ഈശ്വരമായ സ്ത്രീയെ കണ്ടിട്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ, തദ്ഭാവൈ, അവളുടെ ഭാവങ്ങളിൽ പ്രലോഭിത, പ്രലോഭിക്കപ്പെട്ടവനായി, അഗ്നൗ പതംഗവൽ അന്ധേ തമസി പതതി, തീയിൽ ഇയാമ്പാറ്റ എന്നതുപോലെ ആ ഘോരാന്ധകാരത്തിൽ നരകത്തിൽ വീഴുന്നു. പാറ്റയിൽ നിന്ന്, ഇയാമ്പാറ്റയിൽ നിന്ന് പഠിച്ചത് എന്താ? ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ പുരുഷൻ ഈശ്വരമായ പോലെ തന്നെ മോഹിപ്പിക്കുന്ന സ്ത്രീയെ കണ്ടിട്ട് ഇത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് കരുതി അവളുടെ പിന്നാലെ പോയി. പാറ്റ തീ കാണുമ്പോ എത്രയോ വിശേഷപ്പെട്ടതാണെന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് ചെല്ലണു, ചിറക് കരിഞ്ഞ് അതിൽ തന്നെ വീണ് നശിക്കണു. ഇതേപോലെ തന്നെ നരകത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. യോഷിത് ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാഹ്യുപഭോഗബുദ്ധ്യാ പതംഗവത് നശ്യതി നഷ്ടദൃഷ്ടി. പതംഗവത് നശ്യതി, ഇയാമ്പാറ്റ പോലെ നശിക്കുന്നു. എങ്ങനെ? മായാരചിതേഷു, മായയാൽ ഉണ്ടാക്കപ്പെട്ട, യോഷിത് ഹിരണ്യാഭരണാംബരാദിദ്രവ്യേഷു, സ്ത്രീ, സ്വർണം, ആഭരണം, വസ്ത്രം തുടങ്ങിയ പദാർത്ഥങ്ങൾ. ഇതിലൊക്കെ താല്പര്യം വന്നാൽ അങ്ങനെയുള്ള ആളുകൾ, മൂഢ, അറിവില്ലാത്തവൻ, ഉപഭോഗബുദ്ധിയ, ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ് എന്ന് വിചാരിച്ച് പ്രലോഭിതാത്മാ, ആസക്തനായിട്ട് നഷ്ടദൃഷ്ടി, ആ വിവേകമില്ലാതെ പാറ്റയെ പോലെ നശിക്കണു എന്ന് കാണിക്കുകയാണ്. ജീവിതകാലം ഈ തരത്തിലുള്ള സുഖസ്ഥാനമാണ് ഇത് എന്നൊക്കെ കരുതി
സ്ത്രീ ധനം, വസ്ത്രം, ആഭരണം എന്നിവയുടെ പിന്നാലെ പോണു. മായാമയമാണ്. പരമാർത്ഥമായിട്ടുള്ള സുഖം അതൊന്നും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിവേകിയായി അത് സുഖമാണ് എന്ന് കരുതുന്ന മൂഢന്മാർ അത് സമ്പാദിക്കാനായിട്ട് ഒരുപാട് കാലം, ഒരുപാട് അധ്വാനം അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്നു. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കണില്ല. ആ മോക്ഷം കിട്ടാതെ, മോക്ഷദ്വാരമായിരിക്കുന്ന ഈ ശരീരം കിട്ടിയിട്ടും മോക്ഷം കിട്ടാതെ നശിച്ചു പോകുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ച ശലഭങ്ങൾ അല്ലെങ്കിൽ ഇയാമ്പാറ്റകൾ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൽ വീണു പോകുന്നത് പോലെ സ്ത്രീകളെയും ഒക്കെ മറ്റും കണ്ട് മോഹിച്ച് നശിക്കരുത് എന്ന് ഞാൻ പാറ്റകളിൽ നിന്ന് പഠിച്ചു. ഇവിടെ ദത്താത്രേയൻ പുരുഷ ഭാവത്തിലാണ് നിൽക്കുന്നുള്ളത് എന്നുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു. നേരെ വിപരീതം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ തന്നെ രക്ഷിക്കും എന്ന് കരുതി അവരുടെ പിന്നാലെ പോണു, ചതിയിൽപ്പെടുന്നു. അങ്ങനെ ച്യുതി ഉണ്ടാവുന്നു, നാശമുണ്ടാവുന്നു. അതുകൊണ്ട് കണ്ണിന്റെ സുഖത്തിനു വേണ്ടി പോയി നശിക്കരുത് എന്ന് കാണിക്കുകയാണ് ഇവിടെ ഈ ഗുരുനാഥനിലൂടെ, അല്ലെങ്കിൽ ഇയാമ്പാറ്റ എന്ന ഗുരുനാഥനിലൂടെ. അടുത്തതായിട്ട് സ്തോകം സ്തോകം ഗ്രസേദ്ഗ്രാസം ദേഹോ വർത്തേതയാവത ഗൃഹാനഹിംസന്നാതിഷ്ഠേൽ വൃത്തിം മാധുകരിം മുനി. അടുത്തതായിട്ട് പറഞ്ഞു യാവത ദേഹ വർത്തേത, എത്രമാത്രം കൊണ്ട് ശരീരം നിലനിർത്താൻ സാധിക്കുമോ, ഗ്രാസം അത്രമാത്രം ഗ്രാസത്തെ, അത്രമാത്രം ഭക്ഷണത്തെ, ഗൃഹാൻ അഹിംസൻ മുനി, ഗൃഹസ്ഥാശ്രമികളെ ഉപദ്രവിക്കാതെ മുനി സ്തോകം സ്തോകം ഗ്രസൽ, കുറേശ്ശെ കുറേശ്ശെ സ്വീകരിക്കണം. ഏതുപോലെ? മാധുകരിയും, വണ്ടിനെ പോലെ. മാധുകരിയും വൃത്തി, വണ്ടിന്റെ സമ്പ്രദായത്തെ അനുഷ്ഠിക്കണം. ഇപ്പൊ വണ്ടിനെ പോലെ ആവണം, അജഗരത്തെ പോലെ ആവണം, സമുദ്രത്തെ പോലെ ആവണം, ഈയാമ്പാറ്റ പോലെ ആവരുത്, വണ്ടിനെ പോലെ ആവണം. ശരീരം നിലനിൽക്കാനുള്ളത് മാത്രം, അത്ര ഭക്ഷണം സ്വീകരിക്കാൻ പാടുള്ളൂ. ഓരോ ഗൃഹത്തിൽ ചെന്ന് അവരിൽ നിന്ന് ഭിക്ഷയായിട്ട് സ്വീകരിക്കുന്നത് ആണ് ഓരോ മുനിയുടെയും ഭക്ഷണം. പക്ഷെ അത് ഒരു സ്ഥലത്ത് നിന്ന് കുറേ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. മറിച്ച് ഓരോ ഗൃഹത്തിൽ നിന്നും കുറച്ച് കുറച്ച്, അഹിംസൻ ഗൃഹാൻ, ഗൃഹസ്ഥാശ്രമികളെ ബുദ്ധിമുട്ടിക്കാതെ അവരിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അത് കുറച്ചു മതി. ആർക്കും ഒരു ഭാരമാകാതെ തൻ്റെ ശരീരത്തെ നിർവഹിക്കണം. ഒരു ഗൃഹത്തിൽ തന്നെ താമസിച്ചാൽ അവരിൽ താല്പര്യം ഉണ്ടാവും, ഇല്ലേ? ക്രമേണ എന്തുണ്ടാവും? മമതയുണ്ടാവും, സംസാര ബന്ധം ഉണ്ടാവാൻ ഇടവരും. ഇത് എങ്ങനെയാ വണ്ടിൽ നിന്ന് പഠിച്ചത്? വണ്ട് ഒരു പൂവിൽ മാത്രമല്ല ഇരിക്കണത്. തനിക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥം ഒരു പൂവിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യുക, പല പൂക്കളിൽ നിന്ന് കുറേശ്ശെ എടുക്കും. ഒന്നിലും ആസക്തി ഉണ്ടാവണില്ല. ഏതെങ്കിലും ഒരു പുഷ്പത്തിലുള്ള സൗരഭ്യം ആഗ്രഹിച്ചും കൊണ്ട് അതിൽ തന്നെ അധിക നേരം ഇരുന്നാൽ എന്തുണ്ടാവും? സൂര്യാസ്തമയാവുമ്പോ ഈ പൂക്കളൊക്കെ അതൊക്കെ ചുരുങ്ങും, ഇല്ലേ? ആ പുഷ്പം മുകുളിതമാകുമ്പോ അതിനുള്ളിൽ അകപ്പെട്ടു പോവും. അതുകൊണ്ട് ഒരിടത്തും സ്ഥിരമായിരിക്കാതെ ഓരോ ഗൃഹങ്ങളിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ വാങ്ങണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. മറ്റൊന്നുകൂടി അതിൻ്റെ ആന്തരികമാർത്ഥമായിട്ട് പറയാറുണ്ട്, വലിയ ധനികരുടെ അടുത്ത് പോയി നിൽക്കരുത് എന്ന്. ധനം അർത്ഥം എന്നും അനർത്ഥമാണ്. അവർക്ക് വേണ്ടി പലതും ദോഷങ്ങൾ ചെയ്യേണ്ടി വരും, അതൊന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ ശരീരം നിലനിർത്താൻ വേണ്ടത് മാത്രം സ്വീകരിക്കണം. എന്നിട്ട് പറഞ്ഞു അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യ കുശലോ നര സർവത സാരമാദദ്യാൽ പുഷ്പേഭ്യ ഇവ ഷഡ്പദ. ഷഡ്പദം എന്ന് വെച്ചാൽ 6 കാലുകളോട് കൂടിയ, ഇപ്പൊ വണ്ടിനെ പോലെ. അണുഭ്യ ചെറുതായും, മഹദ്ഭ്യ വലുതായും ഇരിക്കുന്ന, ശാസ്ത്രേഭ്യ ശാസ്ത്രങ്ങളിൽ നിന്ന്, കുശലഹ നരഹ സമർത്ഥനായ മനുഷ്യൻ, പുഷ്പേഭ്യ ഷഡ്പദായവ പൂക്കളിൽ നിന്ന് വണ്ട് പോലെ, സർവതഃ സാരം ആദദ്യ അതിന്റെ സാരത്തെ സ്വീകരിക്കണം. പുഷ്പങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വണ്ടിനെ അത് ബാധിക്കാറില്ല. വണ്ട് എന്താ ചെയ്യുക? ആ പുഷ്പത്തിന്റെ സാരമായിരിക്കുന്ന മധുവിനെ സ്വീകരിക്കുന്നു, ആ തേൻ മാത്രം സ്വീകരിക്കുന്നു, അത് മുഴുവൻ എടുക്കുന്നില്ല.
എല്ലാത്തിനും കുറേശ്ശെ എടുക്കണം. ഇതേപോലെ മനുഷ്യൻ, ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട് ലോകത്ത്, ആ ശാസ്ത്രങ്ങളിൽ നിന്നും ആവശ്യമുള്ളത്, ഭഗവത് പ്രധാനമായത്, അതിൻ്റെ സാരത്തെ മാത്രം സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ആ ഗുരുനാഥനെ കുറിച്ച് പറഞ്ഞു, വണ്ടിനെ പോലെ ആവണം. പിന്നെ അടുത്തതായി പറയുകയാണ്, ഇങ്ങനെ ആവരുത് എന്ന് പറയുന്നു. തേനീച്ചയെ പോലെ, അല്ലെങ്കിൽ തേനെടുക്കുന്ന ആളെ പോലെ. 2 ശ്ലോകമാണ് അവിടെയും. സായന്തനം ശ്വസ്തനം വാ ന സഗൃഹീത ഭീക്ഷിതം പാണിപാത്രോദരാമത്രോ മക്ഷികേവ ന സംഗ്രഹി. സായന്തനം ശ്വസ്തനം വാ, വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ ശ്വസ്തനം നാളേക്ക് എന്ന് വിചാരിച്ച്, ഭിക്ഷിതം ന സഗൃഹീത, ഭിക്ഷയെടുത്ത് കിട്ടുന്നതിനെ സംഗ്രഹിക്കരുത്. പാണിപാത്ര, കയ്യാകുന്ന പാത്രം, ഉദരമാത്ര, വയറാകുന്ന സൂക്ഷിപ്പ് പാത്രം, അതോടുകൂടി ഇരിക്കണം. മക്ഷിക ഇവ ന സംഗ്രഹി, തേനീച്ച എന്നതുപോലെ സൂക്ഷിക്കുന്നവൻ ആവരുത് എന്ന് അവിടെ പറയുന്നു. പാണിപാത്രോദരാമത്രോ, അങ്ങനെയാണ്. ഈ പുഷ്പങ്ങളിൽ നിന്ന് തേനെടുത്ത് ഭക്ഷിക്കണു. ആര്? തേനീച്ചകൾ. അല്ലെങ്കിൽ തേനെടുക്കുന്ന ആള്, രണ്ടായാലും ശരിയാണ്. ഇവിടെ തേനെടുക്കുന്ന ആള് തന്നെയാണ് തേനീച്ച. അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ തേനീച്ചകൾ ഇങ്ങനെ തേൻ സൂക്ഷിച്ചു വെച്ച് അവസാനം തേനെടുക്കുന്ന ആള് വന്ന് ഈ തേനീച്ചകളെ കൊന്ന് തേനെടുത്തു കൊണ്ടുപോകും. തേൻ കൂട്ടിവെച്ചിട്ടില്ലെങ്കിലോ ഈ ഉപദ്രവം ഉണ്ടാവില്ല. ഇതുപോലെ ഭിക്ഷുവും തനിക്ക് ആവശ്യമുള്ളതിലധികം അത് അന്നന്നേക്കുള്ളത് മാത്രമേ പാടുള്ളൂ എന്നാണ്. സായന്തനം ശ്വസ്തനം വാ, വൈകുന്നേരത്തേക്കോ നാളേക്കോ വേണ്ടി പോലും എടുത്തു വെക്കരുത്. മറ്റൊരു സമയത്തേക്ക് സൂക്ഷിച്ചു വെക്കരുത്. ഭക്ഷണം വാങ്ങാൻ കയ്യാകുന്ന പാത്രം, ഭക്ഷണം സൂക്ഷിക്കാനോ വയറാകുന്ന പാത്രം, ആ 2 പാത്രമേ വേണ്ടൂ എന്നാണ്. ആദ്യത്തെ പാത്രത്തിന് അടപ്പില്ല, രണ്ടാമത്തെ പാത്രം അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. ഈ 2 പാത്രങ്ങളെ മനുഷ്യന് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ആനന്ദം ആഗ്രഹിക്കുന്നവന് ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. പിന്നെ സായന്തനം ശ്വസ്തനം വാ ന സഗൃഹീത ഭിക്ഷുക മക്ഷിക ഇവ സംഗൃഹൻ സഹതേന വിനശ്യതി. അപ്പോ വീണ്ടും ഒന്നുകൂടി അതിനെ ഉറപ്പിച്ച് പറയുക. ഭിക്ഷുക, സന്യാസി അല്ലെങ്കിൽ യോഗി, ന സഗൃഹീത, ഒന്നും സൂക്ഷിക്കരുത്. സഗൃഹൻ, അത് സൂക്ഷിക്കുന്നവനായാൽ എന്തുണ്ടാവും? തേന സഹ, അതോടുകൂടി നമ്മൾ എന്താണോ സൂക്ഷിക്കുന്നത് അതോടുകൂടി മക്ഷിക ഇവ വിനശ്യതി, തേനീച്ചകൾ എന്നതുപോലെ നശിക്കുന്നു. അപ്പൊ ഭിക്ഷാന്നം സൂക്ഷിച്ചു വെക്കുന്ന ഭിക്ഷുവും തേനീച്ചകൾ തേനോടുകൂടി നശിക്കുന്നത് പോലെ നശിക്കും. സൂക്ഷിച്ചു വെക്കരുത്, അന്നന്നേക്കുള്ളത് മാത്രം എന്ന് പറയുന്നു. അടുത്തതായി അങ്ങനെ ആവരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു ആനയെ ചൂണ്ടിക്കാണിച്ചാണ്. സ്പർശസുഖം തേടിപ്പോയാലുള്ള അപകടത്തെ കാണിക്കുന്നു. പദാപി യുവതിം ഭിക്ഷുർ നസ്പൃശേൽ ദാരവീമപി സ്പൃശൻ കരീവ ബധ്യേത കരിണ്യ അംഗസംഗത. ദാരവീം അപി, മരം കൊണ്ടുള്ളതാണെങ്കിൽ പോലും, യുവതിം പദാ അപി ഭിക്ഷു നസ്പൃശേ, യുവതികളെ തൻ്റെ കാലുകൊണ്ട് പോലും സന്യാസി സ്പർശിക്കരുത് എന്നാണ്. ഇപ്പോ മരം കൊണ്ടുണ്ടായ ഒരു മരപ്പാവയാണെങ്കിൽ പോലും അതിനെ കാലുകൊണ്ട് പോലും തുടരുത്. കാരണം എന്താ? സ്പൃശൻ, സ്പർശിച്ചാലോ കരിണ്യ അംഗസംഗതാ കരി ഇവ, കരിണിയുടെ, പിടിയാനയുടെ ശരീരചേർച്ചയിൽ കൊമ്പനാന എന്ന പോലെ ബധ്യേത, ബന്ധിക്കപ്പെടും. സ്പർശന സുഖാനുഭവത്തിനായി സ്ത്രീ സംയോഗം ആഗ്രഹിക്കുന്നത് വലിയ അപകടമാണ്. ആനയിൽ നിന്ന് ഞാനത് പഠിച്ചു. മരം കൊണ്ടുള്ള സ്ത്രീ രൂപത്തെ പോലും സന്യാസി തുടരുത്. തൊട്ടാലുണ്ടാവും. നോക്കൂ, അവിടെ ആന, കൊമ്പനാന അങ്ങ് അകലെയുള്ള പിടിയാനയുമായി ആ സ്പർശസുഖം മോഹിച്ച് എല്ലാം മറന്ന് അതിൻ്റെ പിന്നാലെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ പിടിയാനയുടെ തൊട്ടപ്പുറത്തായി ആളുകൾ കുഴിച്ചു വെച്ചിരുന്ന വാരിക്കുഴിയിൽ ചെന്ന് വീഴുന്നു. അപ്പൊ കൊമ്പനാന ആ വാരിക്കുഴിയിൽ അകപ്പെട്ട് നശിക്കാൻ ഇടവരുന്നത് പോലെ
സ്ത്രീ സംസർഗം കൊണ്ട് പുത്രമിത്ര കളത്രാദി ഭാവങ്ങളാകുന്ന സംസാര കൂപത്തിൽ വീണ് നശിക്കും. അപ്പൊ നോക്കൂ, ഇവിടെ പിടിയാനയെ നിർത്തി കൊമ്പനെ ഈ വാരിക്കുഴിയിലേക്ക് വീഴ്ത്തുക എന്നാണ്. അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ എത്രയോ ആനകൾ വീണാലും ആനകൾ പിന്നെയും പിന്നെയും വീണുകൊണ്ടിരിക്കുന്നു. അവർക്ക് വിവേകമില്ല. പക്ഷെ മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്പർശസുഖം തേടിപ്പോയി ഈ കൊമ്പനാനയോട് പോലെ ആവരുത്. പിന്നെ നാധിഗച്ഛേൽ സ്ത്രിയം പ്രാജ്ഞ കർഹിചിൻ മൃത്യുമാത്മന ബലാധികൈ സഹന്യേത ഗജൈർ അന്യൈർഗജോ യഥാ. മറ്റൊരു കുഴപ്പം കൂടി അവിടെ പറഞ്ഞു. പ്രാജ്ഞ അറിവുള്ളവൻ കർഹിച്ചിൽ ആത്മന മൃത്യും സ്ത്രീയം ന അധിഗച്ഛൽ. തൻ്റെ മരണത്തിന്, തൻ്റെ നാശത്തിന് കാരണമാകുന്ന സ്ത്രീയെ പ്രാപിക്കരുത്. എന്താ കാരണം? അന്യൈ ഗജൈഹി മറ്റാനകളാൽ, ഗജ യഥ ആന എന്നതുപോലെ, സാ ബലാധികൈ ഹന്യേത അധിക ബലമുള്ള മറ്റാനകളാൽ ഈ കൊമ്പനാന കൊല്ലപ്പെടുന്നത് പോലെ നമ്മളും കൊല്ലപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ഒരു യോഗി ഇത്തരത്തിൽ ചെയ്യരുത്. കൊമ്പനാന പിടിയാനയോട് ചേരുമ്പോ എന്തു ചെയ്യും? ഈ കൊമ്പനാനയേക്കാൾ ബലമുള്ള മറ്റ് ആനകൾ വന്ന് ഈ ആനയെ എതിരിടും. അങ്ങനെ എതിർത്തു കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് സ്ത്രീയെ ആഗ്രഹിക്കുന്നവർ, ബലിഷ്ഠന്മാരായ മറ്റു ചില ആളുകൾ ആ സ്ത്രീയെ കിട്ടാൻ വേണ്ടി ആ സ്ത്രീയെ സ്വന്തമാക്കിയവനെ കൊല്ലാൻ മടിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ വരുന്ന സ്ത്രീയെ അറിവുള്ളവർ സ്വീകരിക്കരുത്, അല്ലെങ്കിൽ അതിന് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കണം എന്ന് ഞാൻ ആനയിൽ നിന്ന് പഠിച്ചു. ആന എന്നെ പഠിപ്പിച്ചത് സ്പർശസുഖം തേടിപ്പോയാലുള്ള വലിയ അപകടത്തെ കാണിച്ചു തന്നു ആന. അതുകൊണ്ട് ആനയുടെ കാര്യത്തിൽ ഇവിടെ പറയുകയാണ്, ആനയെ എന്നതുപോലെ ആനയെപ്പോലെ ആവരുത് എന്ന് ഞാൻ പഠിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ ഭാഗം സമർപ്പിക്കുന്നത്. അടുത്ത ഭാഗം നമുക്ക് നാളെ 15-ാമത്തെ ശ്ലോകം മുതൽ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.